പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 8 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിലെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് അവർ എടുക്കുക, അവരുടെ മൈൽ സ്റ്റോൺ എന്തൊക്കെയാണെന്ന് ഇതിൽ സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അവർ ഫുഡൊക്കെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഇന്ത്യൻ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ 6.5 തൊട്ട് 10 വരെയുള്ള വെയിറ്റിൽ വരാമെന്നുള്ളതും ആൺകുട്ടികളാണെങ്കിൽ 7 കിലോ തൊട്ടിട്ട് 10 കിലോൻ്റെ ഇടയിൽ വരാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കേട്ട് ആരും ടെൻഷൻ അടിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലായാലും ഡോക്ടേഴ്സ് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടാവില്ല, അത് ഒരുപാട് ഡിഫറൻസ് ആയിരിക്കും. ഒരു കുട്ടി 2,500 ആയിരിക്കും, ഒരു കുട്ടി 3 ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ജനിച്ചതിൻ്റെ ഇരട്ടി ആയിരിക്കണം 6 മാസം ആകുമ്പോഴും, അതിൻ്റെ ട്രിപ്പിൾ ആയിരിക്കണം 1 വയസ്സാകുമ്പോഴും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ചില പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. എൻ്റെ മൂത്ത ആൾ 3,500 ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു. രണ്ടാമത്തെ ആൾ 2,900 ആയിരുന്നു. ആളുടെ വെയിറ്റ് ഗെയിൻ എനിക്ക് എപ്പോഴും ടെൻഷൻ. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില സമയത്ത് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോലെ കുഞ്ഞുങ്ങളെ കോൾഡ് കാര്യങ്ങളൊക്കെ വന്ന് കാണിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വെയിറ്റ് എടുത്തിട്ടുണ്ടാവും. അത് ക്ലിയർ ആയിട്ട് ഡോക്ടർക്ക് ചോദിക്കുക ഇത് പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ആണെന്ന്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇവള് വെയിറ്റ് ഞാൻ ഈ പറഞ്ഞ തോതിലൊന്നും ആൾ എത്താറില്ല. അപ്പോൾ ഞാൻ ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് ഡബിൾ ആവേ വേണ്ടു 6 മന്ത് ആകുമ്പോഴേക്കും. പിന്നെ ഇവളെപ്പോഴും ഡോക്ടർ ചോദിക്കുമ്പോൾ ആ ഒരു നോർമൽ റേഞ്ചില്ലേ, നമ്മൾ അണ്ടർ വെയിറ്റിലേക്ക് പോവാതെ ലെവലിലാണ് ഇവൾ ഉണ്ടാവുക. ഞാൻ ആക്കിയെടുക്കണം കേട്ടോ അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ ഇവൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല, അണ്ടർ വെയിറ്റിലല്ല, പക്ഷെ ശ്രദ്ധിക്കണം. കാരണം ഒരു അസുഖമോ പ്രയാസമോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പെട്ടെന്ന് ഡൗൺ ആയി പോവാം. പിന്നീട് ഈ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാനും അത് സർവൈവ് ചെയ്യാനൊക്കെ പാടായിരിക്കും അവിടെ വെയിറ്റ് ആ ഒരു പക്കായ രീതിയിലില്ലെങ്കിൽ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അവർക്ക് നോർമലായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനും നല്ല വിറ്റാമിൻസ് കിട്ടുന്ന രീതിയിലുള്ള ഫുഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, പോയി നോക്കാം. പിന്നെ അവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 66 സെൻറ്റിമീറ്റർ തൊട്ടിട്ട് 77 സെൻറ്റിമീറ്റർ ആ ഒരു രീതിയിലാണ് അവരുടെ ഹൈറ്റ് ഉണ്ടാവുക. ഇതും നമ്മൾ ഒരു 2 വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങൾ നമുക്ക് വെയിറ്റ് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും പെട്ടെന്ന് ബേബിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് ശേഷം പിന്നെ അവരുടെ ഗ്രോത്ത് കുറഞ്ഞു വരും. അവർ മെല്ലെ മെല്ലെ വളരുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ ആ ഒരു ലെവലിൽ ഒന്നിക്കും ഒരു മിനിമം ലെവലിലെങ്കിലും എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എനിക്കറിയാൻ പാടുള്ള കാര്യമാണ്, എന്നാലും ശ്രമിക്കാം. അപ്പോൾ ഇതാണ് അവരുടെ ഗ്രോത്ത്. ഇനി നമുക്ക് അവരുടെ ഫീഡ് എന്താ നോക്കാം. ഫീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പാല് കുടിക്കാൻ അവർ നോർമലി ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. 8 മാസമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ 2 നേരം 3 നേരം ഓരോ ഫുഡ് നമ്മൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ഫീഡിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അത് അവർ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് മാത്രം കഴിക്കുന്നുണ്ടാവും. ചില സമയം അത് അമ്മമാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടേതായ രീതിയിൽ അവർ ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഫീഡ് അമ്മയുടെ പാല് കൃത്യമായിട്ട് ഈ സമയത്ത് കൊടുത്തിരിക്കണം കേട്ടോ. ഒരു 2.5 വയസ്സ് 3 വയസ്സ് വരെയെങ്കിലും കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ അവിടെ ഭക്ഷണം കൂടെ കഴിച്ചു തുടങ്ങി. ഒരു സമയത്ത് അവർ ഫുഡ് കഴിച്ചു തുടങ്ങി. ഫുഡ് എന്ന് പറയുന്നത് അവർക്ക് നല്ല ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള നല്ല ഫുഡ് ഈ ഒരു സമയത്ത് അവർക്ക് എപ്പോഴും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അവരുടെ വളർച്ച നടക്കുന്ന ഒരു നല്ലൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് നന്നായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം. അവർക്ക് ഏത് ഫുഡ് കൊടുത്താലാണ് അവർ നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കുക എന്നുള്ള രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡും ഈ ഒരു പ്രായത്തിൽ കൊടുക്കേണ്ടതാണ്. അത്യാവശ്യം ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ ഒരു സമയമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഒത്തിരി ഒന്നും കൊടുക്കണമെന്നില്ല, നമ്മൾ കൊടുത്തു കൊടുക്കുന്നതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് ഒരാഴ്ച അങ്ങനെ ആയിട്ടുള്ളെങ്കിൽ അങ്ങനെ ഒരു 2 ആഴ്ച ഒരു നേരം, പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ 2 നേരം, പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ 3 നേരം കൊടുക്കുന്ന അളവും വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞ രീതിയിലായിട്ട് കൊടുത്തിട്ട് വേണം അവരുടെ ഡൈജഷനൊക്കെ പക്ക ആയതിനു ശേഷം മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊക്കെ പക്ക ക്ലിയർ ചെയ്തിട്ട് തന്നെ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഫുഡ് കൊടുത്തു തുടങ്ങാൻ നന്നായിട്ട് അവർക്ക് ഫുഡ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്തു തുടങ്ങാവുന്ന ഒരു മാസം കൂടി കേട്ടോ ഇത്. സ്ലീപ്പ് എന്ന് പറയുന്നത് ഈ സമയത്ത് ഒരു സ്ലീപ്പ് കുറഞ്ഞു തുടങ്ങും, നന്നായിട്ട് കളിച്ചു തുടങ്ങും കേട്ടോ. അവർ ക്രോൾ ചെയ്യും. ഈ ഒരു സമയത്ത് 8 മാസം ആകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ക്രോൾ ചെയ്യും. അതേപോലെ നന്നായിട്ട് ഇരുന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇരുന്ന് തുടങ്ങിയിട്ട് മുട്ടൊക്കെ കുത്തി 4 പറ ഓടി തുടങ്ങുന്ന ഒരു സമയമായിട്ടോ ഈ സമയത്ത്. ചില കുഞ്ഞുങ്ങൾ പിടിച്ച് നിന്ന് തുടങ്ങി നടന്നൊക്കെ തുടങ്ങും കേട്ടോ. പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ എൻ്റെ 2 മക്കളും ഈ ഒരു സമയമാകുമ്പോഴേക്കും പിടിച്ച് നടന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടൊക്കെ കുത്തി ഓടി എവിടെയെങ്കിലുമൊക്കെ കയറി പിടിച്ച് നടന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല, നോർമലി അറ്റ്ലീസ്റ്റ് മുട്ടുകുത്തി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ തുടങ്ങിയിട്ടുണ്ടാവും ഒരു 8 മാസം ആകുമ്പോഴേക്കും കേട്ടോ കുഞ്ഞുങ്ങൾ. ഇതാണ് പ്രോപ്പറായിട്ട് പറയുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ചില കുഞ്ഞുങ്ങൾ നമ്മളെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇങ്ങനെ തിരിയുക, അതൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം എൻ്റെ 2 മക്കളുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയാണെന്ന് പറയുമോ, 2 പേരും എല്ലാം പ്രോപ്പറായിട്ട് നേരത്തോടെ ചെയ്യായിരുന്നു. കമിഞ്ഞു, ഇരുന്നു, നടന്നു, അങ്ങനെയൊക്കെ നേരത്തോടാണെങ്കിലും അവരുടെ ലാംഗ്വേജ് വരുന്നത്
വളരെ സ്ലോ ആയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടായിരുന്നു ഒരു സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും വളരെ സ്ലോ ആയിട്ടായിരുന്നു. പക്ഷേ ഈ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു സമയമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുണ്ടാവും. നമ്മൾ അതിന് വേണ്ടി അവരെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ ഇത്. അതേപോലെ തന്നെ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നവരുടെ മോട്ടോർ സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ അധികമായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ഫിംഗേഴ്സ് വെച്ചൊക്കെ സാധനങ്ങൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത്. അത് അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അവരുടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി എടുത്തിട്ട് വായിലിടാൻ വളരെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മുട്ടുകുത്തിയൊക്കെ നന്നായിട്ട് പോകുന്ന മക്കളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പെറുക്കി അവർ വായിലിടാൻ ചാൻസ് ഉണ്ട്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കുക, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഈ ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരുടെയും പോവാൻ മുട്ടുകുത്തി പോയി തുടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ കമിഞ്ഞ് ഉരുളാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചില കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവും. ചില കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. അതും കുഞ്ഞുങ്ങളുടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സമയം കേട്ടോ. അവർ നന്നായിട്ട് കളിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ചില കുഞ്ഞുങ്ങൾ എല്ലാം കുറച്ച് ലേറ്റ് ആണെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അവർ എല്ലാം പെട്ടെന്ന് അച്ചീവ് ചെയ്യും കേട്ടോ. ഇതാട്ടോ അവരുടെ ആ ഒരു നമ്മുടെ സ്കില്ല് എന്ന് പറയണില്ലേ, മൈൽ സ്റ്റോൺ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ. അവർ ചില വേർഡ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങും കേട്ടോ. അതിന് മുമ്പേ വരെ ഗാഗു ഗൂഗു എന്നൊക്കെ ആയിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ വേർഡ്സ് ഒക്കെ വന്നു. ചിലപ്പം അമ്മ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, അമ്മമ്മ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അവർ വേർഡ്സ് ആയിട്ട് വിളിക്കണം എന്നില്ല, അവർ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലുമൊക്കെ വേർഡ്സ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അല്ലാതെ അവർ പ്രോപ്പറായിട്ട് സംസാരിച്ചു തുടങ്ങിയെന്നല്ല പറയണേ. ഈ സൗണ്ട്സ് മാത്രം ഉണ്ടാക്കിയെടുത്ത് നമ്മൾക്ക് കേൾക്കുമ്പോൾ അവർ എന്തോ വേർഡ് പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ചില കുഞ്ഞുങ്ങൾ അമ്മയൊക്കെ ഉണ്ട് അമ്മാന്ന് അമ്മമ്മ എന്നൊക്കെ വിളിച്ചും തുടങ്ങിയിട്ടുണ്ടാവും. ഒരു ലാംഗ്വേജ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന മക്കളുണ്ടാവും. അപ്പോൾ അവരങ്ങനെയും തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും അവരുടെ ആ ഒരു സംസാരം, ആ ഒരു സൗണ്ടിൽ നിന്നൊക്കെ മാറി കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഒക്കെ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിട്ടുണ്ടാവും ഈ ഒരു സമയത്ത്. അതേപോലെ തന്നെ അവരുടെ അടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം അമ്മമാർ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അവരുടെ അടുത്ത് നമ്മൾ ഓരോന്ന് കാണിച്ചിട്ട് അതാണ് അതിങ്ങനെയാണ്, നമ്മളിപ്പം ടോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാറാണ്, ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങളത് പ്രത്യേകിച്ച് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. നമ്മൾ വീട്ടിൽ സംസാരിക്കും. ചില ആൾക്കാർ മലയാളീസ് ആയിരിക്കും, പക്ഷെ അവർ ചെന്നൈയിലാണെങ്കിൽ തമിഴും, അങ്ങനെയുള്ള ഒരുപാട് ലാംഗ്വേജസിൻ്റെ ഇടയിലാവാം. ചില ആൾക്കാർ പുറത്തായിരിക്കാം, അപ്പം അവിടെ ഇംഗ്ലീഷും നമ്മുടെ വീട്ടിലും മലയാളം അങ്ങനെയൊക്കെ ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു 3 ലാംഗ്വേജെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പം നോർമലി ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത് വെച്ച് പറയുന്നത്, ഞാൻ എപ്പോഴും മദർ ടങ് നമ്മുടെ ഭാഷയാണ് ആദ്യം പറഞ്ഞു കൊടുക്കാറ് എന്താണെങ്കിലും. ഇപ്പം ഈ ഒരു പ്രായത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഷോ ചെയ്തിട്ട് ഇത് ഇന്നതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അവരുടെ ബോഡി പാർട്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഷോ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യം കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഹെഡ്, നമ്മളെ തല. അപ്പം ഞാൻ ആദ്യം അവരുടെ മലയാളത്തിലാണ് മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. തല, മൂക്ക്, ചെവി, കണ്ണ്. അതിനുശേഷം അതവർ ക്യാച്ച് ചെയ്തു. പിന്നെ എപ്പോൾ ചോദിച്ചാലും അവർ തല എവിടെ ചോദിച്ചോ തൊട്ടിങ്ങനെ കാണിച്ച് തുടങ്ങിയപ്പം അവർ ടച്ച് ചെയ്ത് കാണിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ അവർക്ക് അതിൻ്റെ ഇംഗ്ലീഷ് ഏകദേശം ഒരു 1 ഇയർ ആയപ്പോഴാണ് മക്കൾക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഒബ്വിയസ്ലി അവർ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് അവരെന്തായാലും പഠിക്കണം. അവരുടെ ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ്. അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെഡ്, നോസ്, ഇയർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പം അവർക്ക് അതിന് രണ്ടും കൂടെ പറയും. തല, ഹെഡ്, തലയാണോ ഹെഡ്, അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ പഠിക്കേണ്ട ലാംഗ്വേജും അവർക്ക് അറിയേണ്ട ലാംഗ്വേജും എല്ലാം നമുക്ക് ഇനിയിപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അവർക്ക് അവരിതൊക്കെ ഗ്രാസ്പ് ചെയ്യുന്ന കേട്ടോ. അവരിതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതാണ് ശരിക്കും പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അത് വെച്ച് എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ചെയ്യണമെന്നല്ല. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഭാഷ, നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെ കുഞ്ഞുങ്ങളോട് പറയുന്നതാണ് വളരെ നല്ലത്. അപ്പം ഈ ഒരു കാര്യം അതേപോലെ തന്നെ ഈ ഒരു സമയത്താണ് കേട്ടോ അവരെ ടാറ്റ, ബൈ ബൈ, അതേപോലെ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഇതൊക്കെ മസ്റ്റായിട്ട് അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞു തുടങ്ങുന്നത്, പഠിച്ചു തുടങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്താണെങ്കിൽ ഗുഡ് നൈറ്റ് നമ്മളിങ്ങനെ കൈകൊണ്ടാക്കിയിട്ടായിരിക്കും പറയാം. അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയാകും, സംസാരിക്കില്ല. അവർ എല്ലാം ആക്ഷൻസ് അതേപോലെ തന്നെ ഇങ്ങനെ ഷോ ചെയ്തിട്ടായിരിക്കും ഏകദേശം അവരുടെ ലാംഗ്വേജ്, അവരുടെ സംസാരം എത്തുന്നവരെ അവർ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഈ ഒരു സമയത്ത് കേട്ടോ. പിന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സമയത്ത് ഒരിക്കലും എല്ലാം ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് വിടരുത്, അത് പറയിപ്പിക്കാൻ വേണം. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ഓരോ തിങ്സിനെയും നമുക്ക് മുമ്പിൽ ഷോ ചെയ്ത് കാണിക്കണം. നമ്മൾ പറഞ്ഞ കാർ എവിടെ മോളെ, കാർ എവിടെ വെച്ചാൽ കാർ
കാറ് കാണിക്കാം, അതേപോലെ തന്നെ അമ്മമ്മ എവിടെ ചോദിച്ചാൽ അമ്മമ്മയെ നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ആട്ടോ ഈ ഒരു സമയത്ത് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ അവരെ ഓരോ കാര്യങ്ങളും ഓരോ തിങ്സും പഠിപ്പിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് അവർക്ക് ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബുക്സ് ഇൻട്രൊഡ്യൂസ് ഇപ്പോഴല്ല, മുന്നേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും കുഴപ്പമില്ല. പലരും ഉപയോഗിക്കും കുഞ്ഞിന് ഈ ഒരു പ്രായത്തിലെ പഠിപ്പിക്കണമെന്ന്. പഠിപ്പിക്കലല്ല കേട്ടോ. കാരണം എൻ്റെ മക്കളിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ്, അവരുടെ സംസാരം കുറച്ചൊന്ന് ലേറ്റ് അല്ല, അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള കിഡ്സ്. അപ്പോൾ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയില്ലേ, അവർക്ക് ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് സംസാരം വളരെ ലേറ്റ് ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ ബുക്സിൽ ഓരോന്നും ഷോ ചെയ്ത് കാണിക്കുമ്പോഴും ആദ്യം ആപ്പിൾ പറഞ്ഞു കൊടുത്ത്, ബനാന പറഞ്ഞു കൊടുത്ത്, അപ്പം ആപ്പിൾ എവിടെയെന്ന് ചോദിച്ചാൽ അവർ ഷോ ചെയ്യും. പിന്നെ കുറേ കഴിഞ്ഞാൽ ഇതെന്താ നമ്മൾ ചോദിക്കുമ്പോൾ അവരത് ആപ്പിൾ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള അവരുടെ എന്താ പറയണ്ടേ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു IQ ലെവൽ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബുക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റോറീസ് പറയുമ്പോഴാണെങ്കിലും അവരുടെ ആ ഒരു ഇമാജിൻ പവർ ഉണ്ടല്ലോ അത് കൂടി വരികയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അവരുടെ ആ ഒരു കുഞ്ഞു ലോകം നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും അതിന് ബുക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം രണ്ടാമത്തെ ആളെ ഞാൻ ഇങ്ങനെ എന്താ പറയണ്ടേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ മൂത്താളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ ബുക്ക് കൊടുത്തതിൻ്റെ ഇതെന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോഴും ഈ ആക്ടിവിറ്റീസ് അതുപോലത്തെ കാര്യങ്ങളിലുള്ള ബുക്സുകൾ ഇതൊക്കെയാണ് അവൾ വെക്കേഷൻ സമയത്തൊക്കെ അത്രയും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ബുക്സാണ്. അത് ഞാൻ തീർച്ചയായിട്ടും അവൾക്ക് ഞാൻ ഈ ട്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും കൊണ്ടാണ്. അപ്പം മസ്റ്റായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക. അതവരുടെ ബുദ്ധി വളർച്ചയിലാണെങ്കിലും അവരുടെ പേഴ്സണാലിറ്റിനെല്ലാം വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇത് കുഞ്ഞുങ്ങളെ സെൻസ് എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അവരുടെ കാഴ്ച ആയിക്കോട്ടെ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ദൂരെയുള്ളതെല്ലാം അവർ കണ്ട് തുടങ്ങും കേട്ടോ. അതവരുടെ വളരെ ഇൻട്രസ്റ്റിങ്. അതുപോലെ നമ്മൾ ഈ ടച്ചൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങും. നമ്മൾ അതിനുള്ള ബുക്സൊക്കെ ഇന്ന് അവൈലബിൾ ആട്ടോ. ഈ സോഫ്റ്റ് ടച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ കേട്ടോ അവരുടെ കേൾവി എന്ന് പറയുന്നത് അവർ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കാനും എല്ലാവരുടെയും എല്ലാം ശ്രദ്ധിച്ചൊക്കെ തുടങ്ങും കേട്ടോ. എന്ത് സൗണ്ട് കേട്ടാലും അവർക്കത് മനസ്സിലാക്കാനും അതിനെ അവർക്ക് പ്രത്യേകിച്ച് ഒരു പാട്ടിനെ സോങ് ഒക്കെ വെച്ച് കൊടുത്താൽ അതിനെ വളരെയധികം എൻജോയ് ചെയ്യും. കുഞ്ഞുങ്ങൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. വെറുതെ കൈയും കാലൊക്കെ ഇട്ട് ആട്ടിയിട്ടൊക്കെ അവർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇതൊക്കെ ഒരു 8ാം മാസം തൊട്ടിട്ട് കുഞ്ഞുങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതിന് നമ്മൾ എപ്പോഴും അവർക്ക് പാട്ട് കേൾപ്പിക്കുക. അതിൻ്റെ ആ ഒരു ഈ മൂവ്മെൻറ്റ്സ് നമ്മളും അവരുടെ കൂടെ തന്നെ ചേർന്ന് ചെയ്യുക. അപ്പോൾ അവർ അതിനെ എൻജോയ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അവർക്ക് കാഴ്ച ആയാലും അവരുടെ കേൾവിയൊക്കെ ഭയങ്കര അതുപോലെ ടച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ സമയത്ത് കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനം പറയാനുള്ളത് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ലൈഫിൽ അവരുടെ എഡ്യൂക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വലിയ എന്താ പറയുക അവർ പഠിച്ച് വലിയ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളായാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളെ പറ്റി പഠിച്ചിരിക്കണം. അത് വളരെ എന്താ പറയേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനും അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇരുത്തി ഇത് പഠിക്കുക ഇത് നോക്കുക ഇതാക്കുക അങ്ങനെയല്ല കേട്ടോ. അത് അവരുടെ ഒരു ഗെയിമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും വീട്ടിലുള്ള ഓരോ സംഭവങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു TV കണ്ട ഇത് TV ആണ്, ഇതിൽ പാട്ട് വരുമല്ലേ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും എന്ത് സംഭവം കണ്ടു കഴിഞ്ഞാലും അവർക്ക് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനെപ്പറ്റി അത് അവർ മനസ്സിലാക്കുക. അവർക്ക് അതറിയണം. അത് നമ്മൾ വിചാരിക്കും കുട്ടിയല്ലേ എന്നുള്ളത്, അവർക്ക് അത് അറിയണം. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കുക അല്ല, അവർ ഈ ഫീഡ് ചെയ്യുന്നവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ സക്ക് ചെയ്യുന്നവരെ എന്നുള്ളത് അവരുടെ എഡ്യൂക്കേഷനാണ്. അവർ അതിനെ ആദ്യമായിട്ട് പഠിക്കുകയാണ്. ഫുഡ് കൊടുക്കുന്നതും അത് ചവച്ച് അതൊരു ഇമ്പോർട്ടൻ്റാണ്. ഫുഡ് കഴിക്കുമ്പോൾ ഒരു ചവച്ച് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു സമയത്ത് കേട്ടോ. എന്ത് സാധനം വായിലിട്ടോട്ട് ഒരു ചവയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു സമയത്ത്. അപ്പം അങ്ങനെയുള്ള കളികൾ അവർക്ക് കൊടുക്കാനുള്ളത് വളരെ നല്ല കാര്യം കേട്ടോ. ഒരുപാട് തിങ്സ് അതുപോലത്തെ വാങ്ങാൻ കിട്ടും നമുക്ക് കുഞ്ഞുങ്ങളെ വെച്ച് കളിപ്പിക്കാനുള്ളത്. അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഓരോന്നും ഷോ ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ അതിന് മൂവ്മെൻറ്റ്സ് ആയിട്ട് ചില കുഞ്ഞുങ്ങൾ മുട്ടൊന്നും കുത്തി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ മൂവ് ചെയ്യുന്ന ടോയ്സ് ഉണ്ടാവുമല്ലോ, അത് വളരെ നല്ലൊരു കാര്യമായിട്ട് അതൊരു നല്ല ആക്ടിവിറ്റി. അവരുടെ മുന്നിൽ വെച്ചിട്ട് ആ മൂവ് ചെയ്യുന്ന ടോയ്സ് വിടുകയാണെങ്കിൽ അവർ അതിൻ്റെ കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ അവരിൽ എന്താണോ വേണമെന്ന് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഗെയിംസ് ആയിട്ട് കളികൾ അവർക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് അവരുടെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും കേട്ടോ. അതുപോലെ ബുക്സിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുക. അവർ പഠിക്കണമെന്നോ അല്ലെങ്കിൽ അവർ തിരിച്ച് പറയണമെന്നോ ഒന്നുമല്ല, നിങ്ങളുടെ ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടിയിട്ടെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർ മസ്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്യും കേട്ടോ.
ഒരു കൗണ്ടിങ് അത് അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പം ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 1 2 അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തെ നമ്മൾ എണ്ണീറ്റ് അങ്ങോട്ട് എഴുത്ത് വെക്കാം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ കുട്ടി ക്രയോൺസൊക്കെ ഇപ്പോൾ എൻ്റെ കുട്ടി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം മൂത്ത മോളുടെ ക്രയോൺസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ആ ചെറിയ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ മൂത്ത ആൾ ഈ കളറൊക്കെ ചെയ്യുമ്പം അവിടെ ഇരുത്തുകയാണെങ്കിൽ ക്രയോൺസ് എടുത്തിട്ട് ഞാൻ 1 2 3 ഇത് ഒരു സ്റ്റെപ്പിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഒരു നല്ല കാര്യം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് 1 2 3 നമ്മൾ സ്റ്റെപ്പ് കയറുക, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്റ്റെപ്പ് കയറുകയാണ്. ഇപ്പോൾ വീട്ടിൽ നമ്മൾ റൂം മേലെയാണെങ്കിൽ സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ 1 2 3 4 അതൊരു ഗെയിം എന്ന രീതിയിൽ കൊണ്ടുവരും. അത് 1 2 3 10 പഠിക്കാനല്ല, അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാനുണ്ട്. ഇത്രയും കടന്നിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. അതിൻ്റെ ആ ഒരു തോത് അങ്ങനെയുള്ള രീതികളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മനസ്സിലായി തുടങ്ങും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പറയുമ്പോഴും അതിൽ എന്തൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് ചെയ്യാം. ഇത് കുഞ്ഞുങ്ങളെ നല്ല ഡെവലപ്മെൻറ്റ്, അവരുടെ ബോഡി ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കളി. അവരെ കൂടുതലായിട്ട് കളിക്കാൻ സമയം കൊടുക്കുക. എപ്പോഴും എടുത്ത് നടക്കാതെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവർക്ക് എന്ത് കാര്യമായാലും കളിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ബാസ്ക്കറ്റിലൊക്കെ നമ്മൾ കുറച്ച് ടോയ്സൊക്കെ എടുത്തിടുക, എന്നിട്ട് അത് താഴേക്ക് എടുത്തിടാനും അത് ഉള്ളിലേക്ക് എടുത്തിടാനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർ ഈ ലോകത്തെ അറിയാൻ അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഗെയിംസ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഈ ഒരു പ്രായം തൊട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.